അങ്ങനെ ഇന്ന് മന്നൻ ജയന്തി പ്രമാണിച്ചിട്ട് എനിക്ക് മുടക്കാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ യുവാച്ചനായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങണ്ടായിരുന്നു. അങ്ങനെ അവൻ എൻ്റെ വണ്ടിയുടെ മുകളിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. കുറച്ച് നേരം എൻ്റെ വണ്ടിയുമൊക്കെ ഇരുന്ന് ഗുസ്തി പിടിച്ചിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിലേക്ക് എത്തി. ഫ്രൂട്ട്സ് കടയിൽ എത്തിയപ്പോൾ അവന് വേണ്ടത് വാട്ടർമെലൻ 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 വാട്ടർമെലൻ. എന്നാൽ ശരി, ഞാനും പറഞ്ഞു ആ ചേട്ടനോട് ഒരു വാട്ടർമെലൻ എടുക്കാൻ. ആ ചേട്ടൻ അവനോട് ചോദിച്ചു ഏതാ വേണ്ടതെന്ന്. അവൻ വലിയ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഏതോ ഒരെണ്ണം പറഞ്ഞു. ആ ചേട്ടൻ അത് കവറിലാക്കി കൊടുത്തു. കവർ പിടിക്കണതൊന്നും ഒരേ വാശി. അപ്പം ഞാൻ പറഞ്ഞു ക്യാമറയ്ക്കൊന്ന് നോക്കടാ. അവൻ നോക്കി തന്നെയല്ല. അവസാനം ആർക്കോ വേണ്ടിയൊന്ന് നോക്കി. അതുകൊണ്ട് ഞങ്ങൾ കവറൊക്കെ അവൻ്റെ അപ്പാപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് പാടത്തേക്കാട്ടോ. പാടത്തേക്ക് അവൻ സ്ഥിരം കസ്റ്റമറാണ്, ഞാൻ പോവാറില്ല. അവൻ ഇടയ്ക്ക പാടത്ത് അപ്പാപ്പനായിട്ട് പോയിരിക്കും. ഇന്ന് അമ്മൂൻ്റെ കൂടെ പോയെന്ന് മാത്രം. അവിടെ എത്തിയപ്പോൾ അവനെ കാണാൻ നല്ല കൗതുകം തോന്നുന്ന ഒരു പശുവിനെ കണ്ടു. അമ്മു കൗ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൗവിനോട് ഇരുന്നിട്ട് വർത്താനം പറയണതായി കാണണം കേട്ടോ. പശുമ്പം കുടിക്കുകയാണോ ഗ്രാസ് കഴിക്കുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കക്ഷിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ ഇംഗ്ലീഷും ബാക്കി മലയാളം, അങ്ങനെയാണോ അവൻ വർത്താനം പറയട്ടോ. അങ്ങനെ വലിയ കാര്യത്തിൽ പശുവിൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. അതേ സ്പീഡിൽ തിരിച്ച് വന്ന് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കണ ഭാഗം ഉണ്ട് കേട്ടോ. ആ പശു ഇങ്ങോട്ട് വന്ന് പുല്ല് തിന്നാൻ. അപ്പോൾ അവനും പേടിച്ചു, ഞാനും പേടിച്ചു. നേരെ ഓടി വന്ന് എൻ്റെ ഒക്കത്ത് കയറിയിട്ടാ. പാവം പശു അതിനേറെ പേടിച്ചു. എന്നിട്ട് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ടായെന്ന്. അപ്പോൾ പശു കുത്തി എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് വലിയ കാര്യത്തിലേട്ടാ. പശു കുത്തിയിട്ടില്ല, പക്ഷേ കക്ഷി പറഞ്ഞത് പശു കുത്തി. എന്നിട്ട് അവിടെ ഒരു തെങ്ങ് ചാഞ്ഞ് കിടക്കുന്നുണ്ട്. ആ തെങ്ങിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് പറയാം തെങ്ങ് വീണോ തെങ്ങ് വീണതാണോ അമ്മൂന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയേണ്ടത് ആ തെങ്ങ് വീണത് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു പരിചയക്കാരൻ, അവൻ്റെ ഫ്രണ്ട്സാണ്, നാട് മൊത്തം അവൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു പരിചയക്കാരൻ അതേനെ പോണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോട് പറയുന്നുണ്ട് ബൊഫല്ലോ ഇല്ലേ ആ ചേട്ടൻ്റെ കയ്യിൽ ബൊഫല്ലോ കാണാറുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ അങ്ങനെ പോയി. ഞങ്ങൾ വീട്ടിലേക്കും